സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാനാവാതെ അപായകരമായ നിലയിലെത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ പകച്ചുപോയ നിമിഷം. പഴയ ദേവസ്വം ബോർഡും സർക്കാരും മുന്നൊരുക്കങ്ങൾ നടത്താത്തത് അയ്യപ്പന്മാരെയാണ് വലച്ചത്. മണ്ഡലകാലത്ത് നട തുറന്ന് 3-ാം ദിവസം സന്നിധാനത്ത് എല്ലാ നിയന്ത്രണങ്ങളും പാളിയത് ചില്ലറ പ്രശ്നമല്ല ഉണ്ടാക്കിയത്. തിരക്കിൽ കുട്ടികൾ കുഴഞ്ഞു വീണു. സന്നിധാനത്തേക്ക് എത്താനാവാതെ പന്തളത്ത് വെച്ച് മാലയൂരി തിരികെ പോയവരും. നിലയ്ക്കലിലും സ്ഥിതി നിയന്ത്രിക്കാനായില്ല. രാഷ്ട്രീയക്കാരനല്ലാത്തതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് കെ ജയകുമാർ തുറന്നു പറഞ്ഞു. മുന്നൊരുക്കങ്ങൾ ശരിയായില്ല. ഉദ്യോഗസ്ഥർ പോലും കുറവ്. ക്യൂ കോംപ്ലക്സിൽ സൗകര്യമില്ല. സ്പോട്ട് ബുക്കിംഗ് കൂടിപ്പോയി. വെർച്വൽ ക്യൂ നിയന്ത്രണവും പാളി. ചുരുക്കത്തിൽ സന്നിധാനത്തേക്ക് എങ്ങനെ ഇത്രയും അയ്യപ്പന്മാർ ഒഴുകിയെത്തിയെന്ന് നിയന്ത്രിക്കേണ്ടവർക്ക് പോലും അറിയാത്ത അവസ്ഥ. 3-ാം ദിവസം 1 മണിക്കൂർ ഉച്ചയ്ക്ക് ദർശന സമയം നീട്ടിക്കൊടുത്തു. നടയടച്ചിട്ടത് 1 മണിക്കൂർ മാത്രം. 3 മണിക്ക് തുറന്നും കൊടുത്തു. അതിനിടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞത് ഭാഗ്യം. ഇത്രയും ലാഘവത്തോടെ സർക്കാർ ശബരിമല തീർത്ഥാടനത്തെ കണ്ടത് ഞെട്ടിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം യോഗങ്ങൾ കൂടാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാൻ നോക്കി. പക്ഷേ അതൊന്നും വിശ്വസിക്കാവുന്നതല്ല. ശബരിമല സീസൺ തുടങ്ങുന്നത് പെരുമാറ്റച്ചട്ടം വന്ന ഒരാഴ്ച മുൻപല്ലല്ലോ അറിഞ്ഞത്. മാസങ്ങൾക്ക് മുൻപേ മുന്നൊരുക്കം തുടങ്ങേണ്ടതാണ്. ഒന്നും നടന്നില്ല. സ്വർണ്ണക്കൊള്ള കാരണം കാലാവധി നീട്ടിക്കിട്ടില്ലെന്ന് മുൻ ഭരണസമിതിക്കും മനസ്സിലായി. അതിനാൽ അവരും ചവിട്ടിപ്പിടിച്ചു. എല്ലാ ശ്രദ്ധയും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് തലയൂരാൻ ഉള്ളതായി. ചുരുക്കത്തിൽ മണ്ഡലകാലം തുടങ്ങുന്നത് പോലും മറന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത്യാഹിതം ഒഴിവായത്. പമ്പയിൽ സെപ്റ്റംബറിൽ കൊട്ടിഘോഷിച്ച് വൻ തുക ചെലവാക്കി നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന അജണ്ട തിരക്ക് നിയന്ത്രണം, സുഖദർശനം എന്നിവയായിരുന്നു. 2 മാസത്തിനിപ്പുറം സീസൺ തുടങ്ങിയപ്പോൾ 2 ലക്ഷ്യങ്ങളും പാളി. പിന്നെന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്? എന്ത് പ്രയോജനം കിട്ടി? അയ്യപ്പന്മാരല്ല, സർക്കാർ ഉദ്യോഗസ്ഥരും പാർട്ടിക്കാരുമാണ് അയ്യപ്പ സംഗമത്തിന് വന്നതെന്ന ആരോപണം വെറുതെയല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സന്നിധാനത്തെ സർക്കാർ ഇടപെടലിലെ പാളൽ. അയ്യപ്പ സംഗമത്തിലെ ക്ലാസുകളൊന്നും ഫലത്തിൽ വന്നില്ല. ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇവിടെയും ഇടപെടേണ്ടി വന്നു. സ്വർണ്ണക്കൊള്ളയിലെ പോലെ ഹൈക്കോടതി വടിയെടുത്തപ്പോൾ സന്നിധാനം സാധാരണ നിലയിലായി. ശബരിമലയിൽ പിണറായി സർക്കാരിന് തൊട്ടതെല്ലാം പാളുന്നതിൻ്റെ അടുത്ത ഉദാഹരണം.